ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരോടും ഒരു ഹായ് പറ തനൂസേ. അങ്ങനെ ഞങ്ങളുടെ തനൂസ് ഇപ്പോൾ ഇതാ ഉറക്കം എണീറ്റിരിക്കുകയാണ് കേട്ടോ. ഇത് രാവിലെ നേരത്തെ എണീറ്റതിന് ശേഷം വീണ്ടും കിടന്നുറങ്ങി വീണ്ടും രണ്ടാമത് ഉറങ്ങി എണീറ്റതാണ് കേട്ടോ. അതുകൊണ്ട് ആ കള്ളച്ചിരിയൊക്കെ കണ്ടോ പെണ്ണിൻ്റെ. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്താ തനിക്കുട്ടാ? ഇനി ഞങ്ങൾക്ക് കുളിക്കണം, അത് കഴിഞ്ഞ് പാപ്പ് കഴിച്ചിട്ട് കിടന്നുറങ്ങണം. ഇപ്പം തനൂസിന് 5 മാസമായിട്ടുള്ളൂ കേട്ടോ. ഫുഡൊന്നും കൊടുത്തിട്ടില്ല, ഓൺലി മിൽക്ക് ഫീഡിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ തനൂസിനെ കിടത്തിയിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ പോവുകയാണ്, അവളെ കുളിപ്പിക്കാനായിട്ടുള്ളത്. അങ്ങനെ വെള്ളം എടുത്ത് അതൊന്ന് ചൂടാക്കുവാണ്. അങ്ങനെ വെള്ളം ചൂടാക്കാനായിട്ട് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിരിക്കുക കേട്ടോ. കുഞ്ഞിനെ കട്ടിലേക്ക് കിടത്തിയിട്ടാണ് ഞാൻ വെള്ളം എടുക്കാനായിട്ടൊക്കെ പോയത്. 5 മാസമായെങ്കിലും തനൂസ് കമന്ന് വീണിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കട്ടിലേക്ക് കിടത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകാൻ സാധിക്കും. ഞാനിവിടെ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹിമാലയയുടെ പ്രോഡക്റ്റുകളാണ് കേട്ടോ കുഞ്ഞിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഹിമാലയയുടെ മസാജ് ഓയിൽ, ബേബി ഷാമ്പു, ബേബി സോപ്പ്, ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഹിമാലയയുടെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ വെള്ളം ചൂടായി, അതുകൊണ്ട് ബാത്റൂമിൽ വെച്ച് സോപ്പും അടുത്ത് വെച്ച് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് കുളിപ്പിക്കാൻ ചെല്ലുമ്പോഴത്തേക്കിന് സോപ്പ് ഒരിടത്ത്, തോർത്ത് വേറെടുത്ത്, അങ്ങനെ നമ്മൾ കിടന്ന് തിരയണ്ടല്ലോ. അതുകൊണ്ട് എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷമേ ഞാൻ കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് എടുക്കത്തുള്ളൂ. അങ്ങനെ കുളിയൊക്കെ ഞങ്ങൾ കഴിഞ്ഞു കേട്ടോ. ആദ്യമൊക്കെ കുളിക്കാൻ നല്ല മടിയായിരുന്നു, പിന്നെ ആ മടിയൊക്കെ അങ്ങ് മാറി. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് ഇപ്പം എന്തായാലും ഞാൻ പിരികൊന്നും എഴുതി കൊടുക്കത്തില്ല. അവൾ ഉറങ്ങിയതിന് ശേഷം മാത്രമേ പിരികൊക്കെ എഴുതത്തുള്ളൂ. ഒരു റൗണ്ട് ഉറക്കം കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ഉടനെയൊന്നും ഉറങ്ങത്തില്ല കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ കാലിട്ടൊക്കെ കളിക്കും. തലയിൽ രാസനാഥപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ ഞാൻ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കളിക്കുകയാണ്. തനുഷേ, തനിച്ചേ, ശുണ്ടടിയേ, ശുണ്ടടിയേ. തനൂസേ, സുന്ദരിയെ എന്നൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര ചിരിയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ തനൂട്ടിയുടെ. ഇനിയിപ്പം തനൂസിനെ ഒന്ന് ഫീഡ് ചെയ്തിട്ട് ഉറക്കണം. എന്നിട്ട് വേണം എനിക്ക് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാനായിട്ട്. സിംഗിൾ പേരൻറ്റിങ് ആകുമ്പോഴത്തേക്കിന് നമ്മൾ ഒരുപാട് റിസ്ക് പിടിച്ച കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒരുപാട് ടാസ്ക്കാണ് ഇങ്ങനത്തെ കുഞ്ഞു കൊച്ചുങ്ങളെയൊക്കെ വെച്ച് നമ്മുടെ വീട്ടുജോലിയും ഒക്കെ ചെയ്യുമ്പോഴേക്കും.